നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രധാന അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക. ഈ ഏപ്രിൽ മാസം ഡബിൾ റേഷനാണ്. അതായത് 2 മാസത്തെ റേഷൻ വിതരണം ഒരുമിച്ചുൾപ്പെടെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാർ ക്രമീകരിച്ചിരിക്കുകയാണ്. അതായത് ഇരട്ടി റേഷൻ ആനുകൂല്യങ്ങൾ ഓരോ കാർഡിനും ലഭിക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. വിതരണം ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ മാസം 4-ാം തീയതി ശനിയാഴ്ച മുതലായിരിക്കും. 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏപ്രിൽ മാസത്തെ വിഹിതം മാത്രം മതിയെങ്കിൽ അത് നമ്മൾ ഈ മാസം 30-ാം തീയതി ഏപ്രിൽ മാസം 30-ാം തീയതിക്ക് മുൻപ് വാങ്ങേണ്ടതാണ്. എന്നാൽ 2 മാസത്തെ വിഹിതവും ഇപ്പോൾ വാങ്ങാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് ഈ മാസം തന്നെ വേണമെങ്കിൽ ഈ മാസം തന്നെ നമുക്കിത് ലഭ്യമാണ്. ഇനി 2 മാസങ്ങളിലായിട്ട് വാങ്ങാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ അത് ആ രീതിയിൽ തന്നെ വാങ്ങാം. മെയ് മാസം 30-ാം തീയതി വരെ സമയമുണ്ടായിരിക്കും. പക്ഷേ ഏപ്രിൽ വിഹിതം വാങ്ങിയില്ല, മെയ് മാസം മതി എന്ന തീരുമാനം വന്നു കഴിഞ്ഞാൽ മെയ് മാസത്തെ ആനുകൂല്യം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. 2 മാസത്തെ റേഷനും കളയാതിരിക്കുക. ഈ മാസം തന്നെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുകയും ചെയ്യുക. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതം ഏത് രീതിയിലാണെന്ന് നമ്മൾ പറയുകയാണ്. പരമാവധി 60 കിലോ വരെ അരിയൊക്കെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അതെന്തെല്ലാം റേഷൻ കാർഡുകൾക്കാണ്, ഏതെല്ലാം കാർഡുകൾക്കാണ് ലഭിക്കുന്നത് എന്ന് പറയുകയാണ്. സംസ്ഥാനത്തെ AAY റേഷൻ കാർഡുകൾക്ക് സൗജന്യ ഭക്ഷ്യവിഹിതമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മാസത്തെ ഏപ്രിൽ മെയ് മാസത്തെ റേഷൻ വിഹിതമായിട്ട് ഇവർക്ക് 60 കിലോ അരി, അതോടൊപ്പം തന്നെ ഈ 2 കിലോ വീതം ഗോതമ്പ് 2 മാസത്തെ, അങ്ങനെ 4 കിലോ ഗോതമ്പ്, ഇതുകൂടാതെ തന്നെ ആട്ട 6 പാക്കറ്റോളം, അതായത് 7 രൂപ നിരക്കിലാണ് ഓരോ പാക്കറ്റ് ലഭിക്കുക. അപ്പോൾ ഇതാണ് AAY റേഷൻ കാർഡുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതം. പഞ്ചസാരയുടെ വില അല്ലെങ്കിൽ പഞ്ചസാരയുടെ വിതരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഈ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അടുത്തതായിട്ട് മുൻഗണനാ വിഭാഗത്തിലെ BPL റേഷൻ കാർഡ് ഉടമകൾക്ക് ഓരോ അംഗത്തിനും ഏപ്രിൽ മെയ് മാസത്തെ റേഷൻ വിഹിതം ചേർത്താണ് വാങ്ങുന്നത് എങ്കിൽ 8 കിലോ വീതം അരിയും 2 കിലോ വീതം ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നുമൊക്കെ നമുക്ക് പരമാവധി ഗോതമ്പിൻ്റെ അളവ് കുറച്ച് അതിനുശേഷം നമുക്ക് അതിന് പകരം ആട്ട വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. ഓരോ പാക്കറ്റിനും 9 രൂപ നിരക്കിലായിരിക്കും ആട്ട നമുക്ക് ലഭിക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. 4 അംഗങ്ങളൊക്കെയുള്ള BPL റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 8 പാക്കറ്റ് ആട്ട വരെ വാങ്ങാനുള്ള സൗകര്യമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ APL വിഭാഗത്തെ നീല റേഷൻ കാർഡുകൾ എടുക്കാം. മുൻപ് ആളിന് 2 കിലോ വീതമാണ് ഭക്ഷ്യധാന്യം ലഭിച്ചിരുന്നത്. അത് ഓരോ മാസത്തെ, ഇപ്പോൾ 2 മാസത്തെ ആയതുകൊണ്ട് 4 കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഇത് മാത്രമല്ല, സ്പെഷ്യൽ അരി വിഹിതമായിട്ട് 2 മാസത്തെ 5 കിലോ അരി കൂടി വാങ്ങാനുള്ള അവസരമുണ്ട്. അത് ഓരോ കിലോയ്ക്കും 10 രൂപ 90 പൈസയായിരിക്കും ഈടാക്കുക. 2 മുതൽ 6 ആട്ടകൾ വരെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. അത് 17 രൂപ 50 പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക. ഇനി അതോടൊപ്പം നിലവിലെ സ്റ്റോക്ക് അനുസരിച്ച് 2 മുതൽ 6 പാക്കറ്റ് ആട്ടകൾ വരെ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഓരോ കിലോ ആട്ടയ്ക്കും 17 രൂപ നിരക്കായിരിക്കും ഈടാക്കുക. വെള്ള റേഷൻ കാർഡുകളാണ് എങ്കിലും ആട്ടയ്ക്ക് ഇതേ നിരക്ക് തന്നെയാണ്. 6 ആട്ട വരെ പരമാവധി നമുക്ക് വാങ്ങുന്നതിനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കി തരുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതമായിട്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് 10 കിലോയോളം അരിയാണ് അനുവദിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ റേറ്റ് ആയതുകൊണ്ട് തന്നെ 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ഓരോ കിലോയ്ക്ക് ഈടാക്കുക. അത് വെള്ള റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾ, അതായത് പൊതുവിഭാഗം സ്ഥാപനം എന്ന രീതിയിലുള്ള റേഷൻ കാർഡുകൾക്ക് 4 കിലോയോളം ഭക്ഷ്യധാന്യമാണ് 2 മാസത്തെ ലഭിക്കുക. അത് 10 രൂപ 90 പൈസ നിരക്കിൽ തന്നെയായിരിക്കും. 2 പാക്കറ്റ് ആട്ട വരെയൊക്കെ വാങ്ങാം 17 രൂപ നിരക്കിൽ. ഇതുമാത്രമല്ല, സപ്ലൈകോ വഴി ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ വിഷു കിറ്റിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 16 ഇനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റ് ഏകദേശം 1250 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന കിറ്റാണ് 1001 രൂപയ്ക്ക് ലഭിക്കുക. നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ 1000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുകയാണ് എങ്കിൽ 101 രൂപയുടെ വിഷു കൈനീട്ടം, അതൊരു റിവാർഡ് കൂപ്പണാണ്. അടുത്ത പർച്ചേസിൽ നമുക്ക് അതിലൂടെ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചിലവാകുന്ന തുകയിൽ 101 രൂപ റിഡീം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ഈ പ്രധാന ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. 2 മാസത്തെ റേഷൻ ആനുകൂല്യങ്ങളാണ് 4-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നത്. മണ്ണെണ്ണ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. നിലവിൽ വൈദ്യുതീകരിച്ച വീടുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ വൈദ്യുതീകരിക്കാത്ത വീടുകളുണ്ടെങ്കിൽ 6 ലിറ്റർ മണ്ണെണ്ണ വരെയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.